സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വൈറലാകാൻ നമുക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട് കേട്ടോ. പക്ഷേ നമ്മളത് അടിസ്ഥാനപരമായിട്ട് വൈറലാകാൻ വേണ്ടി ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ വിഷമം കൊണ്ട് പ്രതികരിക്കുന്നുമുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഈ 2-3 ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമായിട്ട് ഒരാളിനെ മരണത്തിലേക്ക് തള്ളിവിട്ട ഒരു വൈറലാക്കമാണ്. അത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. പലരും ഫെമിനിസ്റ്റുകളായിട്ടുള്ള കുറേ പേരൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ല കാര്യമല്ല. പുള്ളിക്കാരൻ നമ്മളെപ്പോഴും ചിന്തിക്കണം, ഒരാൾ ഇനി പുള്ളി തെറ്റ് ചെയ്തോട്ടെ, പ്രതികരിക്കുന്നതിന് മുമ്പേ നമുക്ക് അവരുടെ ഫാമിലിയെ പറ്റി ഒന്ന് ചിന്തിക്കണം. നമുക്ക് നിയമപരമായിട്ട് അതിനെ നേരിടാൻ പറ്റും. ഈ വീഡിയോ എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് ആരും അറിയാത്ത രീതിയിൽ ചെയ്യാൻ പറ്റും. ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക, ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന പോലെ അത് ചെയ്യാൻ പറ്റും. നമുക്ക് വൈറലാവാൻ ഒരുപാട് കണ്ടന്റ് ഉണ്ടായിരുന്നു. നമ്മൾ അതൊന്നും വൈറലാക്കിയിട്ടില്ല. ഇത് 2-3 വർഷം മുമ്പേ നമുക്കൊരു പ്രശ്നം ഉണ്ടായതെന്ന് വെച്ചാൽ ഞങ്ങളുടെ കുഞ്ഞിന്റെ കേസുമായിട്ടൊരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിരുന്നു. എൻ്റെ മോൻ്റെ ഒരു സർജറി ഉണ്ടായിരുന്നു. സർജറി ബന്ധപ്പെട്ട് നമ്മൾ ഒരു വ്ളോഗറോ ആക്ടറോ ആയ ഒരാളെ വിളിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ വന്ന് വീഡിയോ ചെയ്തതിൻ്റെ പുറകെ നിന്ന് എനിക്ക് ഫേസ്ബുക്കിലൊരു മെസ്സേജ് വന്നു. ഞാൻ പുള്ളിക്കാരൻ്റെ ലവറാണ്, സൗമ്യ സി എന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് എനിക്ക് മെസ്സേജ് വന്നത്. അപ്പോൾ ഞാൻ ആദ്യം വിശ്വസിച്ചു, ലവറാണ്, ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ മെസ്സേജ് അയക്കുന്നത്. അപ്പം മോൻ്റെ സർജറിക്കായിട്ടുള്ള ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. അപ്പം നിങ്ങൾ എവിടെ കാണും, നമുക്കൊന്ന് നേരിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു. ഒരു പെൺകുട്ടിയല്ലേ എന്നുള്ള രീതിയിൽ ഞാൻ ചാറ്റ് ചെയ്തു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മെസ്സേജിന്റെ രീതിയൊക്കെ മാറിയൊക്കെ പെൺകുട്ടിയല്ലേ ആണാണെന്ന് മനസ്സിലായി. കുറെ കഴിഞ്ഞ് ഈ ചാറ്റിന്റെ രീതി അങ്ങ് മാറി കേട്ടോ. പിന്നെ ഒരു ടോൺ അങ്ങ് മാറി. ടോണ് മാറിയപ്പോ എനിക്ക് സംശയം തോന്നി, ആണാണെന്ന് എനിക്ക് തോന്നി. പിന്നെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചപ്പോ ഞാൻ കൊടുത്തില്ലായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഫേക്ക് ആയിട്ടുള്ള മെസ്സേജോ അക്കൗണ്ട് ഡീറ്റെയിൽസോ ചോദിക്കുന്നെങ്കിൽ പോലീസ് സ്റ്റേഷനിലെ കംപ്ലൈന്റ് കൊടുക്കാൻ നേരത്തെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ബോധ്യമായി ഇന്ന ആള് യാതൊരു അറിവോടും കൂടിയല്ല നമ്മൾ ഈ ഒരു ഫേക്ക് ആണെന്നുള്ള കാര്യം മനസ്സിലായാലും ആണാണെന്നുള്ള കാര്യം. പിന്നെയുള്ള ചാറ്റിംഗ് എല്ലാം ഞാൻ തന്നെയായിരുന്നു. അപ്പം ഞാനാണ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തത്. ചാറ്റ് ചെയ്തപ്പോ വന്ന മെസ്സേജുകൾ ആ രീതിയിലുള്ള മെസ്സേജുകളായിരുന്നു. ആ രീതിയിലാണ് വളരെ മോശമായ രീതിയിലും, അതുപോലെ അല്ല അത് ഭയങ്കര ഒരു എന്താ പറയാ, മറ്റൊരാളെ കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മെസ്സേജുകളാണ് പിന്നെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഈ പുള്ളിക്കാരനെ ഒന്ന് പിടിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് വേണമെങ്കിൽ അതെടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് നമുക്ക് വൈറലാകാമായിരുന്നു. നമ്മൾ അതൊന്നും ചെയ്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ബാലരാമപുരം സ്റ്റേഷനിൽ അറിയിക്കാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഒന്നുകൊണ്ട് നടപടിയായില്ല. കാരണം അവിടെ എല്ലാം ബാലരാമപുരം സ്റ്റേഷനിൽ അറിയിച്ചാൽ എനിക്കറിയാം എത്രത്തോളം ഈ കേസ് മുന്നോട്ട് പോകുമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു നല്ലൊരു സ്റ്റേഷൻ പരിധിയിൽ വെച്ച് ഈ പയ്യനെ ഒന്ന് പൂട്ടണമെന്ന് വിചാരിച്ചു. എന്തായാലും പയ്യനാണെന്ന് മനസ്സിലായി. പയ്യനാണ്. അപ്പൊ ഈ പയ്യനെ മനസ്സിലായി. അപ്പൊ എൻ്റെ മോനുണ്ട്, അവന് 3.5 വയസ്സേ ഉള്ളൂ. അവനെ എടുത്ത് ഞങ്ങൾ നേരെ തമ്പാനൂരോട്ട് പോയി. തമ്പാനൂർ സ്റ്റേഷനോട് കാര്യം പറഞ്ഞു. സത്യം പറഞ്ഞാൽ അന്ന് അവിടെ ഇരുന്ന് SI ഉണ്ടല്ലോ, പൃഥ്വിരാജിന്റെ ലുക്കായിരുന്നു. പുള്ളി അത്രയും പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചില്ല. മോളെ നീ ഒരു കാര്യം ചെയ്യ്, അവനെ വിളിച്ച് അവൻ എവിടെ വരുമെന്നുള്ള കാര്യം പറയാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ മോനിരുന്ന് ഉറങ്ങുകയാണ്. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞ സ്കെച്ച് അനുസരിച്ച് അവളെ ഒറ്റയ്ക്ക് പോയി നിന്ന് വരാൻ പറഞ്ഞു. അപ്പം ലാസ്റ്റ് ഞാനും കൂടെ പോകുന്നുണ്ട്. ഞാൻ തൊട്ടിപ്പുറത്ത് മാറി നിൽക്കുക. എൻ്റെ മോൻ ഉറക്കത്തിലായിപ്പോയി. സ്റ്റേഷനിൽ ചെന്ന് ഞങ്ങൾ ഈ അയച്ച മെസ്സേജ് എല്ലാം കാണിച്ചു കൊടുത്തു. മോൻ്റെ ഈ സർജറി കേസും കൂടെ ആയപ്പോൾ അവർക്കും അങ്ങ് ഫീലായിപ്പോയി. ഇത്രയും നമ്മൾ വിഷമഘട്ടത്തിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ മെസ്സേജ് അയക്കുന്ന, എന്തായാലും അവനെ വെറുതെ വിടാൻ പറ്റില്ല, നിങ്ങൾ എന്തായാലും അവനെ വിളിച്ച് വരുത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഞാൻ തമ്പാനൂർ വിളിച്ച് വരുത്തി. എന്നെ കൊണ്ട് വിളിപ്പിച്ചു കേട്ടോ. വിളിപ്പിച്ചിട്ട് ഇന്ന സ്ഥലത്ത് വരാൻ പറഞ്ഞു. അങ്ങനെ ആ പയ്യനെ തമ്പാനൂര് ഞങ്ങൾ വിളിച്ചു വരുത്തി. അപ്പൊ അവനാണ് പറഞ്ഞ എവിടെയെങ്കിലും നിങ്ങൾ കാണണമല്ലോ, വരണമല്ലോ. അപ്പൊ ഞങ്ങളും വിചാരിച്ചു എന്നാ കാണാം, നമുക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല. ഇനി ആരാ ഇത്രയും വലിയ മോശമായ, നമുക്ക് സാധാരണ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ റോങ് മെസ്സേജൊക്കെ വരാറുണ്ട്. പക്ഷേ ഈ ഒരു മോശമായ അവസ്ഥയിൽ നമ്മൾ മാനസികമായിട്ട് തകർന്നിരിക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെ ചെയ്തപ്പോൾ അവനെ എനിക്കും പിടിക്കണമെന്ന് എനിക്കായിരുന്നു ഒരു ഇത്. അപ്പം ചെന്ന് സ്റ്റേഷനിൽ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങോട്ട് പോകാൻ പറഞ്ഞു. അവളും മുന്നേ അങ്ങോട്ട് പോയി. എന്നെ പറഞ്ഞു വിട്ടു. വന്ന സ്റ്റൈലൊക്കെ കാണണം. അപ്പം ആ പുള്ളിക്കാരൻ വന്നു, ഇവളോട് സംസാരിച്ച്. ഇവള് ഹെൽമെറ്റ് വെച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാത്ത രീതിയിൽ സൺഗ്ലാസ് ഒക്കെ വെച്ച് ഹെൽമെറ്റും വെച്ച് ഫുള്ള് മുഖമൊക്കെ കവർ ചെയ്ത് ആക്റ്റീവയിൽ ഞാൻ മുന്നോട്ട് പോയപ്പോ അയാൾ ഇങ്ങനെ ബൈക്കിൽ വരുന്നു. സ്പ്ലെൻഡർ ബൈക്കില് തൈക്കാട് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ വരുന്നു. എന്നെ ഞാൻ ഇയാളെ കണ്ടപ്പോ ആദ്യം കൈ കാണിച്ചു, നിൽക്കാൻ വേണ്ടിയിട്ടാണ്. എന്റെ ബാക്കിൽ എന്തായാലും പോലീസ് ഉണ്ടല്ലോ. അപ്പൊ കൈ കാണിച്ചപ്പോൾ പുള്ളിക്കാരൻ മനസ്സിലായ അപ്പൊ കാണാൻ വന്ന വ്യക്തി ഇതാണെന്ന്. അങ്ങനെ പുള്ളിക്കാരൻ ബൈക്കും എടുത്ത് വളച്ച് എൻ്റെ അടുത്ത് വന്നപ്പോൾ ജീപ്പ് ഒന്ന് ചേസ് ചെയ്ത് നിർത്തി ആളെ ലോക്ക് ചെയ്ത് കേട്ടോ. പക്ഷെ കയ്യിൽ കിട്ടിയില്ല, ഓടിക്കളഞ്ഞു.
ആകെ ആശാൻ ഒരു മെഡിക്കൽ സ്റ്റോറിൽ ഓടി കയറി പോലീസുകാർ പെട്ടെന്ന് കണ്ടില്ല എവിടെ ആൾക്കാരുടെ മരുന്ന് വാങ്ങിക്കാൻ ചെയ്ത് നിർത്തിയപ്പോ പുള്ളിക്കാരൻ ഓടിയ ഓട്ടം എന്ന് പറഞ്ഞാൽ ഏത് കടയിൽ കയറിട്ട് എന്ന് അറിയാൻ പാടില്ലാതെ അവിടെ ഫുള്ള് മെഡിക്കൽ സ്റ്റോർ ആണല്ലോ ഈ തക്കാട് ഹോസ്പിറ്റൽ മെഡിക്കൽ സ്റ്റോറിൽ ഓടി ഒരു മെഡിക്കൽ സ്റ്റോറിനകത്ത് കയറി പിന്നെ അവിടെ നിന്ന് ആൾക്കാരെല്ലാം കൂടി വേറൊരു വിറ്റെന്ന് പറഞ്ഞാൽ ഒരുത്തൻ ഓടുന്ന കണ്ടപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു ചേട്ടൻ ഇവനെ പിടിച്ചതിന് ശേഷം ഉള്ള ഇടയിൽ കൂടെ ഒരു തൊഴി കൊടുത്തിട്ട് ഇപ്പുറത്തൊന്ന് ചോദിക്കുന്നത് എന്താ പ്രശ്നമാണ്. അപ്പൊ ഇതൊക്കെ കണ്ടപ്പം അയാൾ ഓടിന്റെ ബാക്കിൽ നിന്ന് അവിടെ നിന്ന് എല്ലാവരും ഓടി കടയിലോട്ട് കയറി. ആൾക്കാർ വിചാരിച്ച് കള്ളനായിരിക്കും, കടയിൽ വന്ന് മോഷ്ടിക്കാൻ വന്നെന്നുള്ള രീതിയിലാണ് എല്ലാരും കൂടെ കയറി പിടിച്ചത്. എന്നിട്ട് പുറത്തിറക്കി പിന്നെ CISയും കൂടെ നേരെ പിടിച്ചിട്ട് എന്നിട്ട് ഇത് ഇവര് അവരുടെ സ്റ്റേഷൻ പരിധി അല്ലാത്തതുകൊണ്ട് നമ്മുടെ സ്ഥലം അവിടെ സ്റ്റേഷൻ ബാലരാജ സ്റ്റേഷനിലോട്ട് വിളിച്ചു. അപ്പോൾ അവർക്ക് യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു. പിന്നെ അവിടുന്ന് CI ഒക്കെ വിളിച്ചതിന് ശേഷം ഇവിടുന്ന് ജീപ്പില് നടക്കുന്നത് സ്റ്റേഷനാണ്. അതുകൊണ്ട് അവിടെ ആദ്യം അറസ്റ്റ് ചെയ്തിട്ട് അപ്പൊ എന്റെ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ബാലരാമപുരമാണ്. അപ്പൊ ഇവിടെ വിളിച്ചു പറഞ്ഞു പിന്നെ കേസ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് യാതൊരു താല്പര്യമില്ലായിരുന്നു. പിന്നെ നേരെ പ്രതിയും കൊണ്ട് ഇങ്ങ് വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ ഉള്ള പോലീസ് ബ്രെയിൻ വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് കേസ് എടുക്കണോ വേണ്ട ഇത് കേസ് എടുക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു കേസ് എടുക്കണം, എനിക്ക് കേസ് എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ തമ്പാനൂരിലെ CA വിളിച്ചു പറഞ്ഞു ഇത് കേസ് എടുക്കേണ്ട. CI അവിടുന്ന് SP കൊണ്ട് വിളിച്ച് പറയിപ്പിച്ച ഞങ്ങൾ പറഞ്ഞിട്ടല്ല, പുള്ളി സ്വന്തം ഇഷ്ടപ്പെടാൻ. കാരണം പുള്ളി അത്രയും എഫേർട്ട് എടുത്ത് പ്രതിയെ പിടിച്ചിട്ട് പുള്ളിക്കാരന് പരിക്കൊക്കെ പറ്റി. പുള്ളിക്കാരന് അന്ന് കൈയൊക്കെ എസ്ഐയുടെ കൈയൊക്കെ മുറിഞ്ഞായിരുന്നു. അങ്ങനെ SP കൊണ്ട് വിളിച്ച് പറഞ്ഞു കേസ് എടുപ്പിച്ചിട്ട് പക്ഷെ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സോഷ്യൽ മീഡിയയിലൂടെ അന്നൊരു വാർത്തയാക്കാമായിരുന്നു. ഞങ്ങള് ചെയ്തില്ല. കാരണം ചെയ്യാത്ത കാര്യം എന്ന് പറഞ്ഞാൽ അവന് ഒരു 1.5 വയസ്സായ കുട്ടി ഉണ്ടായിരുന്നു, ഭാര്യ ഉണ്ടായിരുന്നു, കല്യാണം കഴിഞ്ഞ ഭാര്യയുണ്ട്, 1.5 വയസ്സായ ഒരു മോളുണ്ട്. അപ്പൊ അത് ഓർത്തിട്ടാണ് ഞങ്ങൾ കൂടുതൽ ഇതൊന്നും വാർത്തയാക്കാത്തത്. പക്ഷെ പുള്ളിക്കാരൻ അതിനെ 16 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പുള്ളിക്കാരന് ഫോണെ കയ്യിലെടുക്കില്ല ആ ഒരു അവസ്ഥയില് എന്തായാലും അവനൊരു ശിക്ഷ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് 16 ദിവസം റിമാൻഡ് ചെയ്തു. നമ്മൾ കുറച്ചുപേരെ അറിഞ്ഞുള്ളൂ. കാരണം ഞങ്ങള് പോലീസുകാരും ഞങ്ങൾ മാത്രം അറിഞ്ഞിട്ടുള്ളൂ. അതൊക്കെ അന്തസ്സായിട്ടൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നിയമപരമായി പോകണമെങ്കിൽ ഇങ്ങനെ പോകാമായിരുന്നു. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അതിൽ യാതൊരു ഇതും ഞങ്ങൾ തെളിവ് ഉൾപ്പെടെയാണ് ഹാജരാക്കിയത്. ഒരു കാരണവശാലും അവന് ഇറങ്ങിപ്പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഈ മെസ്സേജും കൊണ്ട് എനിക്ക് അനുഭവം ഉണ്ടായി. ഇതിനെക്കുറിച്ചുള്ള കുറെ അനുഭവങ്ങളുണ്ടല്ലോ. ഈ ഒരു മെസ്സേജും കൊണ്ട് ഞാൻ ഒരു ഫോട്ടോസ്റ്റാറ്റ് കടയിൽ ചെന്ന് ഇതിന്റെ പ്രിന്റ് ഒന്ന് എടുത്തിരുന്നു. അപ്പം ഞാൻ അങ്ങ് ചെന്ന് പ്രിന്റ് എടുത്തപ്പോൾ അറിയാതെ ആ ചേച്ചി അതിലോട്ടൊന്ന് നോക്കിപ്പോയിട്ട് അവരെന്റെ മുഖത്തോട്ട് നോക്കി എനിക്ക് എങ്ങോട്ട് പോകണമെന്നറിയാം. ഞാൻ പറഞ്ഞു ചേച്ചി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇതെടുക്കാൻ പറഞ്ഞു. പുള്ളിക്കാരി ചിരിച്ചുകൊണ്ട് അത് തന്നു. കാരണം ഇത്രയൊരു മോശമായ എങ്ങനെയാ ചോദിക്കുന്നതെന്നുള്ള. അപ്പൊ അങ്ങനെ ഒരുപാട് ഇത് നമുക്ക് അനുഭവിക്കേണ്ടി വന്നു കേട്ടോ. പക്ഷെ നല്ല സപ്പോർട്ടായിരുന്നു. തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെ എല്ലാ പോലീസുകാരും ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു. ആ രീതിയിലുള്ള തെളിവുകളാണ് ഞങ്ങൾ കൊടുത്തത്. അത് മാത്രമല്ല അതിനുശേഷം ഈ ഇടയ്ക്കാണ് ഞാൻ ഒരു പ്രതികരണ വീഡിയോ ഇട്ടപ്പോൾ വീണ്ടും അതുപോലെ ഒരു ഫേക്ക് ഐഡി ആയിട്ട് ആദിത്യ മേനോൻ എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു സൈബർ സെല്ലിൽ കൊടുത്ത് ഇതിനെ ഒന്ന് നോക്കാം, വേണ്ട പിന്നെ ഞാൻ പിന്നെ അതിനെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. ആദിത്യ മേനോൻ അതും ഒരാണാണ്, പെണ്ണിന്റെ പേരിൽ വന്നിട്ട് നിരന്തരം ഇങ്ങനെ ബാഡ് കമന്റ് ഒക്കെ ഇട്ടുകൊണ്ടിരുന്നു ഫേസ്ബുക്കിൽ. അതിന്റെ ബാക്കിലൊന്നും പോയില്ല. ഇത് എല്ലാവരും അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ അതിന്റെ ബാക്കിലൊന്നും പോയില്ല. അപ്പൊ അന്നും ഇതുപോലെ സൈബർ സെല്ലിൽ കൊടുത്താണ് ഞങ്ങള് ഇത് പൂർണ്ണമായിട്ടുള്ള തെളിവ് ഞങ്ങൾ എടുത്തത്. അപ്പൊ ഇനി അങ്ങനെയുള്ള ഈ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് മോശമായിട്ടുള്ള കമന്റ്സുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് കൂടെ ജെന്യുവൽ ആയിരിക്കണം. നമ്മൾ ആരെയും വിളിച്ച് മോശമായിട്ടുള്ള രീതി സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള യോഗ്യതയില്ല. മനസ്സിലായില്ലേ? അപ്പം നമ്മളെപ്പോഴും എല്ലാവരോടും നല്ല രീതിക്ക് പെരുമാറുക. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ആദ്യം അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കുക. നമ്മൾ മാത്രമല്ല അവരുടെ സൈഡിലും ഒന്ന് ആലോചിക്കുക. ആദ്യം അവർക്കൊരു താക്കീത് കൊടുക്കുക. താക്കീത് കൊടുത്തതിന് ശേഷം നമുക്ക് മറ്റൊരു ഘടനയിലോട്ട് പോവുക. മനസ്സിലായില്ലേ? ഞങ്ങൾ ഇറങ്ങത്തുള്ളൂ. തെളിവില്ലാതെ ഞങ്ങൾക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ പോലും ഞങ്ങൾക്ക് അങ്ങനെ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. തെളിവില്ലാത്തത് കൊണ്ടാണ് അതിനോട്ടൊന്നും ഇറങ്ങാത്തത്. അത് ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു തീർക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ തെളിവുണ്ടെങ്കിൽ ഞങ്ങൾ ഇറങ്ങിയിരിക്കും, അത് ഉറപ്പാണ്. അത് ഏത് കാര്യത്തിനായാലും.
തെളിവാണ് ആവശ്യം. ദീപക് എന്ന് പറഞ്ഞ ചേട്ടൻ മരിച്ചതിന് ശേഷം അങ്ങനെപ്പറ്റി ഒരു ബാഡ് കമന്റ് സ്ത്രീകൾ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. കുറച്ച് ഇതുമായിട്ട് നടക്കുന്ന വീട്ടിൽ പറഞ്ഞാൽ കേൾക്കാവുന്ന കുറച്ച് വീഡിയോയും ചെയ്ത് നടക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അവർ മാത്രമേ ഉള്ളൂ ഇതിനെ പ്രതികരിച്ച് എങ്ങനെ അവള് ചെയ്താൽ നന്നായി പോയെന്നാ പറഞ്ഞ ഭർത്താക്കന്മാരും പറഞ്ഞാൽ കേൾക്കാതെ വീട്ടിലും പറഞ്ഞാൽ കേൾക്കാതെ. അത് ഞാൻ അറിയാതെ കുട്ടി എന്ന് പരാമർശിച്ചു പോയി. കുട്ടിയല്ല, അതൊരു സ്ത്രീയാണ്. അത് എന്താ പറയാ, കല്യാണം കഴിഞ്ഞ ഒരു കുഞ്ഞും ഉണ്ടെന്ന് പറയുന്നതായിട്ട് ഒരു ഭർത്താവിനെ ഉപേക്ഷിച്ച സ്ത്രീയാണെന്നും പറഞ്ഞു കേട്ടു. ടീന്നൊക്കെ വന്നത് വേറെ ഒന്നും കൊണ്ടുവരാൻ നമ്മൾ സംസാരിക്കുന്ന രീതിയാണ്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത് കേട്ടോ. സംസാരിച്ചു പോയെന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞാല് നിങ്ങൾ തെറ്റുകൾ വല്ലതും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പൊ ഞാനിത് എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു. ആരായാലും ഇതുപോലെ എന്തെങ്കിലും അനുഭവം ഉണ്ടാകുന്നു എങ്കിൽ ആദ്യം നിങ്ങൾ സ്റ്റേഷനിൽ അറിയിക്കുക. നമുക്ക് പ്രായമായ നമ്മളോ വിദ്യാഭ്യാസ യോഗ്യത ഒക്കെ ഉള്ള നമ്മളെക്കാളും ഉയർന്ന പ്രായമായ ആൾക്കാരോടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം, ഞാൻ എന്ത് ചെയ്യണം, അപ്പൊ ഇങ്ങനെയാണ്. ചില നമുക്ക് അറിവ് തീരെ കുറവാണെങ്കിലും നമ്മളെക്കാൾ അറിവുള്ള ആൾക്കാരുണ്ടല്ലോ, അവരോടൊന്ന് ചോദിക്കുക. അപ്പൊ എന്താണ് ഞങ്ങൾ ഒരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ മാത്രം അഭിപ്രായം ആയിരിക്കില്ല അത്. ഞങ്ങള് ഒരുപാട് പേരോടുത്ത് ഈ പറയുന്ന അഡ്വക്കേറ്റന്മാരുണ്ട്, അവരോടെല്ലാം നമ്മൾ വശങ്ങൾ ചോദിച്ചിട്ട് നമ്മൾ ഇറങ്ങത്തുള്ളൂ. എടുത്തിയാടെ ഞങ്ങൾ പ്രതികരിക്കണമെങ്കിൽ കാരണം വേണം, കാരണം ഉണ്ടെങ്കിൽ പ്രതികരിക്കും. അതുകൊണ്ട് അങ്ങനെ നിയമവശങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് പല കാര്യങ്ങളിലും ഇറങ്ങുന്നത്. പിന്നെ പ്രതികരിക്കുമ്പം നമ്മളോട് ചിലപ്പോൾ കൂട്ടായിട്ടിരിക്കുന്നവരുടെ പിണങ്ങുമായിരിക്കും. അതൊന്നും നമുക്കൊരു വിഷയമേ അല്ല. കാരണം അവരുടെ ഒന്നും വീട്ടിൽ നിന്ന് ഒരു പുല്ല് നമ്മൾ എടുക്കുന്നില്ല, കാരണം കൊണ്ടുവരുന്നില്ല. കാരണം നമ്മൾ കാണുന്ന കാര്യം തെറ്റായി പറഞ്ഞു, അല്ലെ നമ്മൾ കൂട്ടാക്കിയില്ലെങ്കിൽ നമ്മളും അതിനോട് ചേരില്ലേ. അപ്പം നമ്മൾ കാണുന്ന കാര്യം പറയാം, അത്രേ ഉള്ളൂ. നേരെ വാ നേരെ പോ, അത്രേ ഉള്ളൂ.